2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ബി.ജെ.പിയോടുമുള്ള ജനങ്ങളുടെ ഭയം ഇല്ലാതെയായതായി കോൺഗ്രസ് എംപിയും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി. ത്രിദിന സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ രാഹുൽ ടെക്സാസിലെ ഡാളസിൽ നടത്തിയ ഇന്ത്യൻ പ്രവാസി പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ ആരും ബി.ജെ.പിയെയോ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയോ ഭയപ്പെടുന്നില്ല എന്ന് ഞങ്ങൾ കണ്ടു. തിരഞ്ഞെടുപ്പ് ഫലം തന്റെയോ കോൺഗ്രസ് പാർട്ടിയുടെ വിജയമല്ല എന്നും ഇന്ത്യൻ ജനതയുടെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും തുരങ്കം വെക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾക്കെതിരെ ഇന്ത്യയിലെ ജനങ്ങൾ നിലകൊണ്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ മതത്തിനും നമ്മുടെ സംസ്ഥാനത്തിനുമെതിരായ ആക്രമണം ഞങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. RSSും കോൺഗ്രസും തമ്മിലുള്ള ആശയപരമായ വ്യത്യാസങ്ങളെക്കുറിച്ച് രാഹുൽ വിശദീകരിച്ചു. ഇന്ത്യ ഒരു ആശയമാണെന്ന് RSS വിശ്വസിക്കുന്നു. ഇന്ത്യ ആശയങ്ങളുടെ ബഹുസ്വരമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ജാതിയോ മതമോ ഭാഷയോ പാരമ്പര്യമോ പരിഗണിക്കാതെ എല്ലാ പശ്ചാത്തലത്തിൽ നിന്നുമുള്ള ആളുകളുടെയും പങ്കാളിത്തം ഇന്ത്യയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇതാണ് പോരാട്ടം. പ്രധാനമന്ത്രി ഇന്ത്യൻ ഭരണഘടനയെ ആക്രമിക്കുകയാണ്. ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകൾ വ്യക്തമായി മനസ്സിലാക്കിയപ്പോൾ തിരഞ്ഞെടുപ്പിൽ പോരാട്ടം വ്യക്തമായി. ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിനെ കേന്ദ്രീകരിച്ചുള്ള തന്റെ സന്ദേശം തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ പൊതുജനങ്ങളിൽ പ്രതിധ്വനിച്ചുവെന്ന് രാഹുൽ ഗാന്ധി ഊന്നി പറഞ്ഞു. US സന്ദർശനത്തിനിടെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുമായും US നിയമനിർമ്മാതാക്കളുമായും രാഹുൽ സംവദിക്കും. ഞായറാഴ്ചയാണ് രാഹുൽ USലെത്തിയത്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാൻ സാം പിട്രോഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകരും ഇന്ത്യൻ പ്രവാസി അംഗങ്ങളും ചേർന്ന് ടെക്സാസിലെ ഡാളസിലെ വിമാനത്താവളത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. സന്ദർശന വേളയിൽ നമ്മുടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്ന അർത്ഥവത്തായ ചർച്ചകളിലും ഉൾക്കാഴ്ചയുള്ള സംഭാഷണങ്ങളിലും ഏർപ്പെടാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.